ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അർജൻറ്റീന സ്പെയിൻ ഫൈനൽ എല്ലാവരും കണ്ടു കാണും. അർജൻറ്റീന തോറ്റു. എൻ്റെ ടീമാണ് അർജൻറ്റീന ആയിരുന്നു എന്നല്ല, ആണ്. ഇന്നും അന്നും എന്നും അർജൻറ്റീന. വാമോസ് അർജൻറ്റീന. അത് കളിയെപ്പറ്റി എല്ലാ കളിയെയും പറ്റി നമ്മൾ വിശകലനം ചെയ്ത ഓരോ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റിയും ഒന്ന് പറയണമെന്നൊരു ഇതുണ്ട്. കാരണം ഇപ്പോൾ കളി കണ്ട് കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി. അതുകൊണ്ടാണ് ഇത്തിരി വൈകിയത്. അല്ലാതെ കളി തോറ്റു എന്ന് പറഞ്ഞുള്ള അതിനകത്തുള്ള വിഷമവും കാര്യങ്ങളും വെച്ചിട്ടല്ല. കളീനെ പറ്റി നമ്മൾ വിലയിരുത്തണമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, കുറേ ആളുകൾ എന്നെ വിളിച്ച് വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ തളർത്താൻ പറ്റുന്ന രീതിയായിട്ടായിരിക്കുമല്ലോ അവരുടെ ചോദ്യം. നമ്മൾ തളരില്ല. കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ ഒരു അവതാര പുരുഷൻ തന്നെയായിട്ട് കണക്കൂട്ടാം. നിങ്ങളുടെ ടീമിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരാൾ ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മെസ്സി ആയിരിക്കുള്ളൂ. അത് പോർച്ചുഗൽ ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ആയാലും ഏത് ടീമായാലും വിചാരിക്കുന്ന ഒരു വ്യക്തി അത് മെസ്സി തന്നെ ആയിരിക്കും. അത് നിങ്ങളുടെ മനസ്സിലും അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തികളാണ്. കാരണം കഴിഞ്ഞ കളി നിങ്ങളെല്ലാവരും അംഗീകരിച്ചല്ലോ. ഇംഗ്ലണ്ടായിട്ടുള്ള കളി അംഗീകരിച്ചതായിട്ട് എൻ്റെ പല ബ്രസീൽ ഫാൻസും എല്ലാവരും പറഞ്ഞു. ഇംഗ്ലണ്ടായിട്ടുള്ള കളി നല്ല കളിയായിരുന്നു. പക്ഷെ ഞാനും അംഗീകരിക്കുന്നു. ഇന്നത്തെ തോൽവി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ടീം കളിച്ചില്ല. ടീമിൽ ആകെ കളിച്ചത് എമിലിയാനോ മാർട്ടിനസ് മാത്രമാണ്. മെസ്സിക്ക് ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്രം ചാർജ് ചെയ്തും അല്ലെങ്കിൽ അത്ര ഫൗൾ ചെയ്തും ഇതൊന്നും കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കളിയുടെ ഒരു ശൈലി മാറ്റിയാണ് കളിച്ചത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ശരിക്കും അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ളൊരു തന്ത്രം അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സ്പെയിൻ്റെ കളി ഒന്നും പറയാനില്ല. അവരുടെ മിഡ്ഫീൽഡർമാരായാലും ഫോർവേഡ് കളിക്കുന്നവരായാലും ബാക്ക് കളിക്കുന്നവരായാലും ആരായാലും ആരെയും എടുത്തു നോക്കിയാലും അവരുടെ ടീം നല്ല രീതിയിൽ കളിച്ചു. അതുകൊണ്ട് 65% കളി അവരുടെ കയ്യിലാണ്. ആകെ 35% കളിയാണ് അർജൻറ്റീനയുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 20 ഷോട്ട് സ്പെയിൻ അടിക്കാൻ പറ്റി. അപ്പോൾ ആ കാര്യത്തിൽ നോക്കുമ്പോൾ അർജൻറ്റീന ആകെ 2 ഷോട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൺ ടാർഗറ്റ് ഷോട്ട് വന്നതാണത് 12 ഷോട്ടാണ് ഓൺ ടാർഗറ്റ്. അത് സ്പെയിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അർജൻറ്റീനയ്ക്ക് ഓൺ ടാർഗറ്റായിട്ട് ഒരെണ്ണം അടിക്കാൻ പറ്റില്ല, ഒരെണ്ണം പോലെ അടിക്കാൻ പറ്റില്ല. അവസാനം പിന്നെ ആ ഒരു സിമിയോനി അടിച്ചൊരു ഗോളാവേണ്ട ഒരു ബോളാണത്. പക്ഷെ അത് അവൻ്റെ അടി ശരിയായില്ല. അത് അവിടെ ഫ്രീ ആയിട്ട് നിന്ന് അവനല്ല വേറെ ആയിരുന്നായിരുന്നെങ്കിൽ ഗോളായാനെ. പിന്നെ ലോത്താരോ മാർട്ടിൻസിനെ ഇറക്കിയില്ല എന്നുള്ളതിലൊരു ഇതുണ്ട്. കാരണം അവനൊക്കെ ഇറങ്ങി ചിലപ്പോൾ എന്തെങ്കിലും അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്ത് ഗോളടിച്ചേനെ. പിന്നെ ഒരാൾ ഫൗള് വാങ്ങി റെഡ് കാർഡ് വാങ്ങി പുറത്തു പോയല്ലോ. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയായിട്ട് കണക്ക് കൂട്ടാം. അത് കളിയുടെ തെറ്റായ കളി കൊണ്ട് തന്നെയാണ് പുറത്തു പോയത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടു പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം നമ്മളെ ട്രോളുകയും അല്ലെങ്കിൽ കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, കുറേ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമൊക്കെ എവിടെയായിരുന്നു? ഏത് പൊസിഷനിലാണ് നിങ്ങളുടെ ടീം നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലുള്ള ടീമായിട്ട് കളിച്ചിട്ടാണ് തോറ്റത്? അതൊക്കെ ചിന്തിക്കണം. ബ്രസീൽ ഫാൻസ് പറയുകയാണെങ്കിൽ അവർ നോർവേ ആയിട്ട് തോറ്റത്. നോർവേ ഏത് സ്ഥാനത്ത് നിൽക്കണ ഫിഫ റാങ്കിങ്ങിൽ 31ാമത്തെ സ്ഥാനത്ത് നിൽക്കണ ടീമാണ് നോർവേ. ആ നോർവേയുടെ അടുത്ത് ഇവർ 2-1 തോറ്റു. എന്തോരം എങ്ങനെ? അത് ഇതിനേലും അപലപനീയമായ രീതിയിൽ ആണ് കളി തോറ്റത്. പിന്നെ പോർച്ചുഗൽ ഫാൻസിനായാലും ബ്രസീൽ ഫാൻസിനായാലും നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇപ്പോൾ CR7 ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ അവരുടെ പേരിൽ നിങ്ങൾ മറ്റുള്ളവരെ താഴ്ത്തി പറയുമ്പോൾ ഞാൻ ഇത് പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ അവരുടെ പേരിൽ ഇവരെ താഴ്ത്തി പറയുമ്പോൾ മെസ്സിനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ മെസ്സി കളിച്ച ഈ 6 വേൾഡ് കപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ കണ്ട 6 വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പിൽ ഫൈനലിലെത്തിയ ടീം ഏതാണെന്ന് നിങ്ങൾ കണക്കൂട്ടി. അല്ലെങ്കിൽ മെസ്സി ആയിട്ട് ഫൈനലിലെത്തിച്ച 3 വേൾഡ് കപ്പിലാണ്. അതൊക്കെ നിങ്ങൾ കണക്കൂട്ടും. നിങ്ങളുടെ ടീമിൽ നിങ്ങൾ പൊക്കി നടക്കുന്ന നെയ്മർ ആയാലും പോർച്ചുഗലിൻ്റെ CR7 ആയാലും ഏത് ഫൈനലിലേക്ക് എത്തി? എന്നെ ഇന്നലെ കളി കഴിഞ്ഞ സമയത്ത് തന്നെ വിളിച്ച് എവിടെ നമ്മുടെ അനിയന്മാർ കുറച്ച് പേര് പുറത്തുണ്ട്. ഇത്രയും ദിവസം ഇന്നലെ കളി തീരണം 3 മണി വരെ മിണ്ടാത്ത വ്യക്തികൾ കളി കഴിഞ്ഞ് 3:40 3:45 ആയപ്പോൾ വീഡിയോ കോള്. നമ്മളെ തളർത്താനൊന്നും ആവില്ല, നമ്മൾ തളരയില്ല. കാരണം തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്ന് ഞാൻ ഇതിനു പറഞ്ഞില്ലേ. അതപ്പോൾ നമ്മൾ അതേമാതിരി തന്നെയാണ്. നമ്മുടെ പയ്യൻ അതേമാതിരി കളിക്കുന്ന പയ്യനാണ്. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവന് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയാനില്ല. പിന്നെ ഈ പോർച്ചുഗൽ ഒക്കെ കൊളംബിയ 13ാം സ്ഥാനത്ത് കൊളംബിയയുടെ അടുത്തും ഈ സ്പെയിൻ്റെ അടുത്തൊക്കെ കളിച്ച് വന്നതാണ്. നിങ്ങൾ ഈ
ബ്രസീൽ 31ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം നോർവേയുടെ അടുത്ത് കളിച്ചിട്ട് നേടാൻ പറ്റില്ലല്ലോ. അതെന്ത് ചിന്തിക്കാത്ത നിങ്ങൾ? അപ്പം ഞാൻ ആരെയും അപ്പോഴും കളിയാക്കാൻ നിന്നില്ല. കളീനെ പറ്റി ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഞങ്ങൾ കളിച്ച ടീമുകൾ ചെറിയ ടീമുകളായിരുന്നു, അല്ലെങ്കിൽ ഫിഫയുടെ ബോയാണ്, ഫിഫയുടെ കമ്മിറ്റി ടീമാണെന്ന് പറഞ്ഞിട്ട് ഈ കളിയിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ തോന്നുന്നുള്ളൂ എങ്ങനെ? അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറയാൻ പാടില്ല ഞങ്ങളെ ഇത് ചെയ്തു എന്ന്. അതൊന്നല്ല നമ്മൾ വേണ്ടത്. കളിച്ച് ജയിച്ചോന്ന് നോക്കണ്ട. കളി അർജന്റീന കളിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, എമിലിയാനോ മാർട്ടിനസ് മാത്രമാണ് കളിച്ചത്. ആളുടെ കളി ഒന്നുകൊണ്ട് മാത്രമാണ് ഗോൾ വലയിൽ വീഴാണ്ടിരുന്നത്. ഇത്ര നാൾ കളിച്ച ഒരു കളി പോലും അർജന്റീനയ്ക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. സ്കലോണിയുടെ തന്ത്രങ്ങൾ പാളി. അത് ഞങ്ങൾ ടീം ഞാൻ അംഗീകരിക്കുന്നു, എല്ലാ ഫാൻസും അംഗീകരിക്കുന്നു. അല്ലാതെ നിങ്ങളെപ്പോലെ ഞാനുണ്ടല്ലോ, ഈ ജേഴ്സി ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഉള്ള ജേഴ്സിയാണ്. ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ മേടിച്ചാണ് ഇത്. ഈ സാധനം ഇന്നലെ അവസാനം വരെ ഇട്ടു. ഇന്നും കൂടി ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഇത് നിങ്ങളൊന്ന് കണക്കൂട്ട്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്പെയിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ടിട്ടില്ല. സ്പെയിൻ ടീം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നിന്നവരുണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ എന്നെ കളിയാക്കാനോ ട്രോളാനോ പോലെ ഞാൻ അവരെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അതല്ലാതെ നിങ്ങളുടെ ജേഴ്സി പൊക്കി നോക്കുമ്പോൾ അതിനകത്ത് മഞ്ഞയും ചുമപ്പൊക്കെ കാണുന്ന വ്യക്തികൾ എന്നെ ട്രോളാൻ വരരുത്, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിക്കാൻ വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുണ്ടല്ലോ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ടീമിനെ കൊണ്ട് കളിപ്പിക്കുക. ഞങ്ങളുടെ ടീം കളിച്ചില്ല എന്ന് പറയാൻ ഈ ഒരു കളി മാത്രമേ ഉള്ളൂ. മറ്റുള്ള കളികളൊക്കെ കളിച്ച് തന്നെ നേടിപ്പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇന്നലത്തെ ശരിക്കും കളിയിൽ കുറച്ച് ഫാൾട്ടുകൾ ഉണ്ടായിരുന്നു, അത് അംഗീകരിക്കുന്നു. അപ്പോൾ ആരും ഫാൻസ് ഇന്നിപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മെക്കറ്റേരും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഒരു കളിയായാലും എന്തായാലും രാഷ്ട്രീയമായാലും അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മെക്കെട്ട് കയറാനും അതിനൊന്നും നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലെ അർജന്റീന കളി കഴിഞ്ഞതിന് ശേഷം അർജന്റീനയുടെ ടീം സ്പെയിൻ്റെ കളിക്കാരെ മെക്കെട്ട് കയറി പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനകത്ത് എന്താ കറക്റ്റ് കാരണം നമുക്ക് അറിയില്ലെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. നമ്മൾ തോറ്റു അംഗീകരിക്കുക, അല്ലാതെ ആരെയും മെക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് കരുതി നമ്മൾ തളരില്ലെന്ന്. ഈ ജേഴ്സി ഊരേണ്ട ഒരു ആവശ്യമില്ല. മെസ്സിയുടെ പേരാണ് ഇതിൻ്റെ പറയല്. നിങ്ങൾക്ക് അറിയാലോ, 10ാം നമ്പർ അർജന്റീന മെസ്സിയാണ്. മെസ്സി ലോകം അംഗീകരിച്ച, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കളിക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾ തളരില്ല ആരും. അത് നിങ്ങൾ തളർത്താൻ നോക്കേ വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ ഈ മുക്കിലും മൂലയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണതേ, എന്നോട് വൈഫും പിള്ളേരൊക്കെ പറഞ്ഞ അപ്പം നമുക്ക് 1-2 ഫ്ലെക്സ് അടിച്ച്, അല്ലെങ്കിൽ കൊച്ചിറക്കൻ ഇളയവൻ പോർച്ചുഗലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവർക്കും അർജന്റീന, അപ്പം നമുക്കൊരു ഫ്ലെക്സ് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഫ്ലെക്സ് വെക്കണ്ട, ഫ്ലെക്സ് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നത് തന്നെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാശ് ഫ്ലെക്സിന് വേണ്ടി ആളുകൾ മുടക്കി. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാലേ, ഈ ഫ്ലെക്സൊക്കെ നമ്മൾ തന്നെ അഴിച്ച് അത് മണ്ണിലിടാണ്ട് നോക്കാം. മണ്ണിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പണി തീർന്നു. കാരണം അത് ദഹിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വേറെ ഏതെങ്കിലും സംസ്കരണ രീതി ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് മുൻകൈ എടുത്ത് അത് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളായാലും നിങ്ങൾ വെച്ചേക്കണ ഫ്ലെക്സ് അവർ തന്നെ അഴിച്ച്, ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ആവശ്യമില്ല, കോഴിക്കോട് കൂടാനൊക്കെ പറ്റൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാവരും സഹകരിക്കുക. ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ മലിനമാക്കാതെ നോക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ കംബാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച കളിയിൽ കംബാക്ക് വരാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല. ഈ കളി മാത്രം. ഞാൻ ഒരു 80ാമത്തെ മിനിറ്റും വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 120 എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 115ാമത്തെ മിനിറ്റ് വരെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ആൾ പറഞ്ഞാൽ മിസ്സായി. ആ റെഡ് കാർഡ് ഇട്ട് കയറി പോയില്ലായിരുന്നെങ്കിൽ ഒന്ന് അടിച്ചു നോക്കാമായിരുന്നു, പിടിച്ച് കിട്ടിയാലെന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമില്ല, അത് സ്പെയിനെ നമ്മൾ അംഗീകരിക്കേണ്ട കളിയാണ് അവർ കളിച്ചത്. അവരുടെ കളി ഒന്നും പറയാനില്ലാത്ത കളി, കട്ടയ്ക്കുള്ള കളി അർജന്റീനയ്ക്ക് തോറ്റ് മുട്ടോടക്കേണ്ടി വന്നു. അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്ലെക്സ് എല്ലാവരും നമ്മൾ വെച്ചവർ തന്നെ അതൊന്ന് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. അർജന്റീനയുടെ ഫാനായ അങ്കമാലിക്കാരൻ ജിനോയ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.